പറയല്ലേ ഓരോ ജയിലിലാക്കണമെന്ന എനിക്കിപ്പം അച്ഛനെയും മോനെയും ഒരു 20 കൊല്ലത്തേക്ക് അത്ര ചതിവ എന്നോട് ചെയ്ത്. നടക്കുന്നിടത്ത് തന്നെ ഞാൻ ചാടിപ്പോന്ന് എന്നെ പിടിച്ചിട്ട്. വയോധികയുടെ 35 ലക്ഷം രൂപയും വീട്ടിൽ സൂക്ഷിച്ച 30 പവൻ സ്വർണവും കവർന്നു. വൃദ്ധയുടെ 15 കോടികളുടെ സ്വത്തുക്കളും തട്ടിയെടുത്തു. മാഹി പള്ളൂരിൽ വിജയറാണി എന്ന വൃദ്ധ കഴിഞ്ഞ ദിവസം വീട്ടിലെ അലമാര തുറന്ന് പരിശോധിച്ചപ്പോഴാണ് സ്വർണം കാണാനില്ലെന്ന് അറിയുന്നത്. തുടർന്ന് ഇവരുടെ അക്കൗണ്ടിലെ പണവും നഷ്ടമായി എന്ന് വ്യക്തമായി. മാഹി പള്ളൂർ മുൻ MLAയും മാഹി മുനിസിപ്പൽ മേയറും പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ VN പുരുഷോത്തമന്റെ മകൻ മിത്രനും മിത്രന്റെ മകൻ പരിഷത്ത് മിത്രനും ചേർന്നാണ് വൃദ്ധയുടെ ബാങ്കിലെ പണം എടുത്തതെന്നാണ് ആരോപണം. പിതാവ് മിത്രന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷത്തോളം രൂപയും മകൻ പരിഷത്ത് മിത്രന്റെ അക്കൗണ്ടിലേക്ക് 23 ലക്ഷം രൂപയും മാറ്റിയിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. സംഭവത്തെക്കുറിച്ച് വയോധിക പുതുച്ചേരി മുഖ്യമന്ത്രി, SSP, മാഹി പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകി കഴിഞ്ഞു. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചു. കേസിന് ഇപ്പൊ എന്റെ പൈസയുമില്ല, ഒന്നുമില്ല, എല്ലാം നോക്കുന്നത്. അപ്പോ പിന്നെ അതിനുശേഷം അളുമാരിന് താക്കോല് എപ്പ കിട്ടിയത്? ഇങ്ങനെ ഞാൻ റൂമെല്ലാം വൃത്തിയാക്കുമ്പോ അന്നേരം പേപ്പറും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മുട്ടി എടുക്കുമ്പോ അങ്ങനെ കിട്ടിയത്. അളുമാരി തുറന്നു നോക്കുമ്പോ എന്താ സംഭവിച്ചേ? അതിൻ്റെ അകത്ത് ഇത് നമ്മുടെ രാഹുലിന്റെ, ശിവന്റെ മോൻ രാഹുലില്ല, ഓന്റെ കല്യാണത്തിന്റെ ഫോട്ടോ ഒന്നും കാണുന്നില്ല. രാജാവിന്റെ വാച്ച് കാണുന്നില്ല. പിന്നെ ഇത് രാജാവിന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് ഏതോ ഒരാൾ ഫോണ് കൊടുത്തിരുന്നു, അതും കാണുന്നില്ല. പിന്നെ പഴയ ഇവിടെ എപ്പോഴും എടുക്കുന്ന ഫോണ് അതും കാണുന്നില്ല. പിന്നെ പൊന്നും കാണുന്നില്ല. റാണിയടുത്തേക്ക് നിങ്ങളെ നിങ്ങളെ ഭൂമി പിന്നെ പരിഷത്ത് നിങ്ങളെ കള്ള പേരും മറ്റ് നിങ്ങളെ ഇവിടുന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളെ സ്വത്ത് ഇവിടുന്ന് അവന്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അതിനെപ്പറ്റി റാണിയടുത്തേക്ക് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ? മറ്റേ അത് ഞാൻ അറിയാണ്ട് ഇവൻ ചെയ്തതല്ലേ. അന്നേരം എനിക്ക് ഇവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നെ പറ്റിച്ചിട്ട് എടുത്തതാണ്. ആരാ നിങ്ങളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത് രജിസ്റ്റർ ഓഫീസിലേക്ക്? മിത്രനും പിന്നെ മൊട്ടത്തല ഇല്ല, എന്ത് കരുണനല്ല, മുസ്തഫ രണ്ടാളും കൂടിയിട്ട് പിന്നെ 5-ൽ 2 വന്നത് ഇതാക്കിയ ഈ സ്വത്ത് ആരെ പേരിലേക്കാ മാറ്റിയത് നിങ്ങൾ അറിഞ്ഞത് ഇപ്പൊ അടുത്തായിട്ട്? മോന്റെ പേരില്. അവന്റെ പേരെന്താ? പരിഷത്തിന്റെ പേരില്. പരിഷത്ത് അതിനുശേഷം ഇവിടെ വന്നിട്ട് നിങ്ങളോട് പരിഷത്ത് വന്നു കഴിഞ്ഞ് പിന്നെ ബാങ്കിലെ പൈസയോ ഇതെല്ലാം തട്ടിയെടുത്ത് ഇതൊന്നും ഞാൻ അറിയൂല. റാണിയടുത്തിന്റെ ബാങ്കിലെ പൈസ ഇപ്പൊ ബാങ്കിലുണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ 1.5 ലക്ഷം അങ്ങനെ ഇല്ലു. എന്താ പറഞ്ഞാല് കണ്ണിന്റെ ഓപ്പറേഷൻ 50,000 എടുത്തു ഞാൻ നടത്തില്. ആദ്യത്തേന് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് രാഹുല അടിച്ച് അത് അന്നേരം ഓന് കൊടുക്കണമല്ലോ. എല്ലാം കൂടി ഇപ്പോഴത്തെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് IBP കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യം ബാങ്ക് ഐവേന്റെ പൈസ ചോദിച്ചോണ്ടിട്ടുണ്ടായിട്ടില്ലല്ലേ? ഇപ്പൊ ഐവേന്റെ പൈസ നിങ്ങൾ ഏത് കേരള ഗ്രാമീൺ ബാങ്കിൽ നിക്ഷേപിച്ചു? അതിനുശേഷം എന്താ സംഭവിച്ചേ? പിന്നെ ഓൻ പറഞ്ഞ് അത് കേരള ഗ്രാമീൺ ബാങ്ക് എല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. ഈ ഇവിടെ ഇല്ലാത്തിടാൻ പറഞ്ഞ് കനറ ബാങ്കിൽ കൊണ്ടുപോയി ഇടും. അവിടുന്ന് മാറ്റിയിട്ട് 85 ലക്ഷം കിട്ടുന്നു. ഇപ്പൊ നോക്കുമ്പോ ഒന്നുമില്ല. ഇപ്പൊ ആകെപ്പാട് 1.5 ലക്ഷം ഇല്ലു.
നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചപ്പോ നിങ്ങളെ നിത്യ ചെലവിന് പോലും ഒരു വരുമാനമില്ല. നിങ്ങളെ വരുമാനമല്ല ബിൽഡിംഗ്. നിങ്ങൾക്ക് രാജാട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് രാജാട്ടന് പള്ളൂർ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ലേ? അതെന്തായി? അത് ഇവൻ തട്ടിക്കളഞ്ഞ് കള്ളത്തോളം പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് പീഡിയക്കാരനെ ഒഴിപ്പിക്കാന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ നോക്കുമ്പോക്ക് വിറ്റഴിച്ചു കളഞ്ഞു. ഞാൻ അറിയാണ്ട് വിറ്റഴിഞ്ഞു. സഹോദരിക്ക് 90 വയസ്സായി ഇപ്പോ. അവര് സ്വത്ത് ഇതാക്കിയിട്ട് 4 ഏക്കർ സ്ഥലം ഇവന്റെ പേരിലേക്ക് മാറ്റി. അതെങ്ങനെയാണ് മാറ്റിയത്? 4 ഏക്കർ എങ്ങനെയാണ് അവിടെയുള്ള ഒരു എന്തെന്നേനു അതിന്റെ പേര് ഒരു നോട്ടറി ഇല്ലാത്തൊരു നോട്ടറിന്റെ ഇതും വെച്ചിട്ട് ഇവിടുന്ന് മാറ്റിയിട്ട് അവന്റെ പേരിലേക്ക് മാറ്റി. എവിടെ നോട്ടറി ആയിരുന്നു? ചെന്നൈയിലുള്ള നോട്ടറിന്റെ ഒരു ഇല്ലാത്ത നോട്ടറിന്റെ ഇതും വെച്ച് മാറ്റി ഓന്റെ പേരിലാക്കിയിട്ട് ഈ രഞ്ജന എന്ന് പറയുന്നവള് കോടതിയിൽ കേസ് കൊടുത്ത്. രാജലക്ഷ്മിയാണ് കൊടുത്തത്. അവരുടെ മോള് വന്നിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് വിധിയായത് ഇവർക്ക് തന്നെ ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ വിധിയായി. ഒരു 27 ലക്ഷം ഉറുപ്പ്യ അടക്കം കൊടുക്കാൻ വിധിയായിരുത്തുന്ന ഇവൻ ഓരോ എന്തെല്ലോ പിടിച്ച് പിന്നെയും ഇതാക്കി ആ കേസ് എന്താക്കിന്ന് അറിയില്ല. പിന്നെ ഇവിടെ പള്ളൂരുള്ള പത്മ കാശുവിലുള്ള ഓണർ രാജന് മുഖാന്തരം എന്നെ ഒരു മധ്യസ്ഥത്തിന് വിളിച്ചിട്ട് ഈ റാണിയത്തിന്റെ തട്ടിയ സ്വത്തിന്റെ പകുതി എനിക്ക് തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ പകുതി എനക്കല്ല, എന്റെ ഫുള്ളായിട്ട് അവർക്ക് എന്നെ കൊടുക്കുക. അവരുടെ എനിക്ക് പകുതിയൊന്നും തരണ്ട. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്നാ കേസ് തന്നെ നടത്താന്നും പറഞ്ഞിട്ടോ ഇതാക്കി. പിന്നെ നിങ്ങളുടെ മധ്യസ്ഥക്കാരുമായിട്ട് ബന്ധപ്പെട്ടില്ല? ഇല്ല. പിന്നെ മധ്യസ്ഥത്തിന് കേസായിട്ട് നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് എനിക്ക് വേറെ ആളേക്ക് കിട്ടി. നിങ്ങളുടെ സഹോദരന്റെ മിത്രൻ എന്ന് പറഞ്ഞ വ്യക്തിന്റെ വോയിസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്.